ഞാൻ എൻ്റെ അടുത്ത് ജലജീവൻ മിഷൻ്റെ കരാറുകാർ വന്നു. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും റിയാസാണ് നടത്തുന്നത്. ഞാൻ ചോദിച്ചു, റിയാസിന് എന്താണെങ്കിൽ കാര്യം? ജൽജീവൻ മിഷൻ നടത്തുന്ന ജലവിഭവ വകുപ്പ് റോഷി അഗസ്റ്റിനാണല്ലോ. എന്താണ് റിയാസിന് കാര്യം? പൊതുമരാമത്ത് വകുപ്പിലും ടൂറിസം വകുപ്പിലും കൈകാര്യം ചെയ്യുന്ന ആൾ മറ്റെല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുകയാണ്. ഭരണഘടനാ ബാഹ്യമായ അധികാരങ്ങൾ സമ്പൂർണമായിട്ടുള്ള അധികാര ദുർവിനിയോഗം, അതാണ് ഇവിടെ നടക്കുന്നത്. മന്ത്രിമാർ യാതൊരു കാര്യവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. കാലഹരണപ്പെട്ട സർക്കാർ, ഇതാണിപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം. അതുകൊണ്ട് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കേരളത്തിന് അധികകാലം രക്ഷപ്പെടാൻ കഴിയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം UDF എന്താണ് മൗനം പാലിക്കുന്നത്? ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം UDF എന്തിനാണ് മൗനം പാലിക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും VD സതീശനും കൂട്ടരും പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടി രക്ഷയ്ക്കെത്തുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം എന്ത് ചെയ്താലും കുറ്റം പറയുകയാണ്. ഭാരത് റൈസ് വിതരണം ചെയ്യുമ്പോൾ പറയുന്നു അത് വേണ്ട. ഇവിടുത്തെ മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെയുള്ള രാജൻ പറഞ്ഞിരിക്കുന്നു അത് വോട്ടരിയാണ്. വേറെ ആൾ പറഞ്ഞിരിക്കുന്നു മോദി അരിയാണ്, വാങ്ങരുത്, ഞങ്ങൾ അരി കൊടുക്കുന്നതാണ്. 45-46 രൂപ പൊതുമാർക്കറ്റിൽ 1 കിലോ അരിക്ക് വരുമ്പോൾ 29 രൂപയ്ക്ക് നല്ല സ്വയംഭൻ അരി, ഒന്നാം തരം അരി ഭാരത് റൈസ് കൊടുക്കുമ്പോൾ അത് വാങ്ങരുത്, അത് വോട്ടരിയാണ്, അത് മോദിയുടെ അരിയാണ്, ഞങ്ങൾ അരി കൊടുക്കും. ഇത്രയും നിരുത്തരവാദപരമായ സമീപനം എടുക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല. ആ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണമാണ് കേരള പദയാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ മാസം 27-ാം തീയതി വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നടന്ന, എറണാകുളത്തുമായി 2 ദിവസത്തെ നടന്ന സന്ദർശനം, അതിനു മുമ്പ് മഹിളാ നാരീശക്തി സമ്മേളനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കേരള സന്ദർശനം, തുടർന്ന് കേരള പദയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചും നരേന്ദ്രമോദി കേരളത്തിൽ വരികയാണ്. വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ പരിപാടിയിലും കേരള പദയാത്രയുടെ സമാപനത്തിലും അദ്ദേഹം സംബന്ധിക്കും.